നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഒന്നും പറയണ്ട മോളെ, എല്ലാം പുതിയ സിയുടെ മായം. വന്നിട്ട് വിശദമായിട്ട് പറയാം. അയ്യോ, ആ സിയുടെ ജാസൂസ് എന്നെ തന്നെ നോക്കുന്നുണ്ട്, ഞാൻ വെക്കുവാണേ. കാവ്യയുടെ പറച്ചിലെ തളർച്ചയും പരവേശവും കണ്ടിട്ട് നീലാംബരി വെപ്രാളത്തോടെ അവളെ തടഞ്ഞു. ഡീ വെക്കലേ, എൻ്റെ ഫോണിപ്പോൾ ഓഫാവും, ചാർജ് തീരില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലേ ശശിമാമിൻ്റെ ഐഫോണിൽ വിളിച്ചാൽ മതി. പിന്നെ ആരീ ജാസൂസ്? അതൊക്കെ വളരെ 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 ചെറിയൊരു കഥയാണ് മോളെ. എൻ്റെ പണിയിന്ന് പോയേനെൻ്റെ ദേവി, എന്നാ വന്നിട്ട് പറയാൻ വേണ്ടേ. ഫോൺ കട്ട് ചെയ്ത് കാവ്യ കിരൺ നിന്നിടത്തേക്കും നോക്കി. പക്ഷേ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ഇതേ സമയം കിരൺ നേരെ നടന്ന ഓഫീസിന്റെ പുറത്ത് റോഡിന്റെ സൈഡിലേക്ക് ഇറങ്ങി ഒരു ഓട്ടോ കൈ കാണിച്ച് അതിൽ കയറി. അവൻ പറഞ്ഞു, ചേട്ടാ സ്പീഡ് മോട്ടോ സ്പാ. അവിടെ എത്തി കാർ എടുത്ത് അവൻ ഫ്ലാറ്റിലേക്ക് വിട്ടു. ഡ്രൈവിങ്ങിനിടയിൽ പാന്റിന്റെ ഫ്രണ്ട് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അല്പം ദേഷ്യത്തോടെ ജാന്റെ നമ്പർ ഡയൽ ചെയ്തു കിരൺ. ഇതേ സമയം ഫ്ലാറ്റ് എത്തിയ ജാൻ കയ്യിലുണ്ടായിരുന്ന കാർ കീയും ഫോണും ലിവിംഗ് ഏരിയയിലുള്ള TV യൂണിറ്റിന്റെ പുറത്ത് വെച്ച് നേരെ കിച്ചണിലേക്ക് പോയി. ഭംഗിയായി ഇന്റീരിയർ ചെയ്ത വൈറ്റ് മോഡുലാർ കിച്ചൺ. ഓപ്പൺ കിച്ചൺ ആണെങ്കിലും ഒരു പ്രൈവസിക്ക് വേണ്ടി ലിവിംഗ് ഹാളിൽ നിന്നും മാറി ഡൈനിങ് ഏരിയയിലാണ് ഓപ്പൺ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂം ഫ്ലാറ്റ് ആണ്. എല്ലാ റൂമിലും ബാൽക്കണി ഉണ്ട്. കൂടാതെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു വാട്ടർ ഫ്രണ്ട് ബാൽക്കണിയും ഉണ്ട്. മൊത്തത്തിലൊരു വാട്ടർ ഫ്രണ്ട് ലക്ഷറി ഫ്ലാറ്റ്. അവൻ കിച്ചണിലെ ബേസ് ക്യാബിൻ തുറന്ന് ഒരു ഗ്ലാസ് ജാർ പുറത്തെടുത്ത് അത് തുറന്ന ഒരു ഐസ് ടീ പാക്കറ്റ് എടുത്തു. ഫ്രിഡ്ജിൽ നിന്ന് കോൾഡ് വാട്ടർ ബോട്ടിൽ എടുത്ത് തുറന്ന് ഒരു ടീ കപ്പിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു. അതിൽ ലെമൺ ഐസ്ഡ് ടീ പൗഡർ പൊടിച്ചിട്ട് സ്പൂൺ കൊണ്ട് വെള്ളത്തിലേക്ക് ഇളക്കിയിട്ട് യോജിപ്പിച്ചു. ആ ടീ കപ്പുമായി അവൻ ഡൈനിങ് ഏരിയക്കടുത്തുള്ള ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. മനോഹരമായ വ്യൂ, സൂര്യാസ്തമനം. ഓറഞ്ച് നിറത്തിലുള്ള സൂര്യകിരണങ്ങൾ അവന്റെ ദേഹത്തേക്ക് അരിച്ചിറങ്ങുമ്പോൾ അവന്റെ മുടിയും താടി രോമങ്ങളും സ്വർണ്ണ നിറത്തിൽ തിളങ്ങി. ഐസ്ഡ് ലെമൺ ടീയുടെ പ്രതിഫലനം എന്ന കണക്കെ അവന്റെ ചുവന്ന തുടുത്ത അധരങ്ങൾ ഒന്നുകൂടെ രക്തവർണ്ണമായി. ബെഡ്റൂം തുറന്ന് അവൻ വസ്ത്രങ്ങൾ അഴിച്ച് ലോണ്ടറി ബാസ്ക്കറ്റിലിട്ടു. ശേഷം വാഷ് യൂണിറ്റ് റൂം ഡോർ തുറന്ന് അകത്ത് കയറി. അവിടെ ഫുൾ ഗ്ലാസിൽ തീർത്ത വിശാലമായ ബാത്റൂം. വാഷ് യൂണിറ്റ് റൂമിനകത്ത് നിൽക്കുന്നവർക്ക് അവ്യക്തമായി ബാത്റൂമിൽ നിൽക്കുന്നവരെ കാണാം. എന്നാൽ ബാത്റൂമിൽ നിൽക്കുന്നവർക്ക് പൂർണ്ണമായും പുറത്ത് നിൽക്കുന്നവരെ കാണാം. ഒരു സൈഡ് മൊത്തമായും മിററാണ്. അവൻ മിററിൽ കാണുന്ന തന്റെ പ്രതിച്ഛായ നോക്കി നിന്നു. താൻ നാഥങ്കിളിനെ പോലെയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. കുറച്ചു സമയം അവൻ അതേ നിൽപ്പ് തുടർന്നു. ഷവർ ഓൺ ചെയ്ത് കുറച്ച് ഷവർ ജെൽ കയ്യിലെടുത്ത് അവന്റെ വിരിഞ്ഞ നെഞ്ചിലും കഴുത്തിലും തേച്ചു. ചുവന്ന ഷവർ ജെല്ല് വെളുത്ത പതകളായി അവന്റെ ഉറച്ച ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങി. നെഞ്ചിലൂടെ ഒതുങ്ങി ഉറച്ച വയറിലൂടെ ദൃഢമായ പേശികൾ മുറുകിയ അരക്കെട്ടിലൂടെ താഴേക്ക് ഒഴുകി. ഇരുകൈകളും ഗ്ലാസ് വാളിന് മുകളിലായി കുത്തിവെച്ച് കണ്ണുകളടച്ച് കുനിഞ്ഞു നിന്നു ജാൻ. അങ്ങനെ കുളിസിയും കഴിഞ്ഞു. കുളി കഴിഞ്ഞ് അവൻ ഗ്ലാസ് വാളിന്റെ സൈഡിലുള്ള ഡോർ തുറന്ന് അകത്ത് കയറി. അവിടെ വിശാലമായ ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിരുന്നു. ഇരു സൈഡിലും ലോഫ്റ്റ് ഏരിയ കവർ ചെയ്ത വാർഡ്രോബുകൾ ഉണ്ടായിരുന്നു. അവിടുന്ന് അവനൊരു ബ്ലാക്ക് കളർ 3/4 നേവി ബ്ലൂ ടീഷർട്ടും എടുത്ത് ധരിച്ചു. ഡ്രസ്സിംഗ് യൂണിറ്റിൽ തന്നെ ബെഡ്റൂമിലേക്ക് ഡയറക്റ്റ് ഇറങ്ങാൻ മറ്റൊരു ഡോർ കൂടിയുണ്ട്. അവൻ അതുവഴി പുറത്തിറങ്ങി. ലാപ്ടോപ്പ് കയ്യിലെടുത്ത് തന്റെ കിങ് സൈസ് ബെഡിൽ വന്നിരുന്നു. ഹെഡ് ഡ്രസ്സിൽ തലയാഴ്ച ലാപ്പ് മടിയിൽ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് തന്റെ ഫോൺ റിങ് ചെയ്യുന്നവൻ കേട്ടു. ലാപ്പ് ബെഡിലേക്ക് വെച്ച് ഹാളിലെ TV യൂണിറ്റിന്റെ പുറത്തിരിക്കുന്ന തന്റെ ഫോണിനടുത്തേക്ക് അവൻ നടന്നു. കിരൺ കോളിംഗ്. യെസ് കിരൺ. എടാ കോപ്പേ, നീ പിന്നെ എന്തുണ്ടാക്കണം എന്നെ ഓഫീസിലേക്ക് വിട്ട്? നീ തന്നെ വിളിച്ച് ഓഫീസിലെ അറിയിക്കാനായിരുന്നെങ്കിൽ എന്താ പിന്നെ എന്നോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞേ? കിരണിന്റെ പരിഭവം നിറഞ്ഞ സംസാരം കഴിയും വരെ ജാൻ കാത്തു നിന്നു. കഴിഞ്ഞോ? ജാനിന്റെ സ്വരം കടക്കുന്ന കിരൺ അറിഞ്ഞു. എന്ത് കഴിഞ്ഞോന്ന്? ആർ യു ഡൺ വിത്ത് വാട്ട് യു ഹാവ് ടു സേ? വീണ്ടും ജാന്റെ ഉറച്ച ചോദ്യം. ആ വേണ കഴിഞ്ഞു. ഏയ് യു ഫൂൾ, ഇന്ന് ഉച്ചക്ക് നിന്നോട് ഞാൻ ഓഫീസിൽ പോകാൻ പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞേ? നിന്നെ കൂടി ഞാൻ പട്ടിപ്പണി എടുക്കുന്നു. ആൻഡ് വാട്ട്? ആ, നിന്റെ അടിമക്കണ്ണാണോ എന്നൊക്കെ അല്ലേ? അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? വീട്ടിൽ നിന്നും ഫ്ലാറ്റിലേക്കൊന്നും പറഞ്ഞു തന്നെയല്ലേ നമ്മൾ ഇറങ്ങിയത്? ആണോ കിരൺ? ദെൻ വൈ ഡിഡ് യു ഗോ ടു ദി ഓഫീസ്? ഞാൻ ചോദിക്കുമ്പോഴാണ് വിശപ്പ് തലക്കടിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ താൻ വിളിച്ചു പറഞ്ഞ അവന് ഓർമ്മ തന്നെ. കലിപ്പനെ ഇനിയും വളരെ അനുവദിച്ചുകൂടാ. എടാ, നിനക്ക് നൈറ്റ് കഴിക്കാൻ തട വേണ്ട. പൊറോട്ടയും ബീഫും വാങ്ങട്ടെ? പറയടാ, വാങ്ങട്ടേടാ. അപ്പോഴേക്കും മറുവശത്ത് കോള് കട്ടായിരുന്നു. കാവ്യ പറഞ്ഞവരെ വടിയെടുത്ത് അടി വാങ്ങി. വേണ്ടായിരുന്നു, പുല്ല്. തെറ്റ് എൻ്റെ ഭാഗത്ത് തന്നെയാ. വിശപ്പ് തലക്ക് പിടിച്ചപ്പോൾ വായിൽ വന്നൊക്കെ രാവിലെ അവനെ വിളിച്ചു പറഞ്ഞു. അവനപ്പം എന്തോ നല്ല മൂടായിരുന്നു. ഇല്ലല്ലോ എൻ്റെ ഫോട്ടോ ഭിത്തിയിൽ തൂങ്ങി ഹാരം വീണേനെ. കിരൺ മനസ്സിലായി ഓർത്തു. ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ നീലാംബരിയുടെ ഫോൺ ഓഫായിരുന്നു. ബാഗ് തുറന്ന് തന്നെ നോക്കിയ ഫോൺ കയ്യിലെടുത്തു അവൾ. സമയം നോക്കുമ്പോൾ 6:45. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. അടുത്തായി തിരക്കുറവുകളിൽ തട്ടിയിടണ്ട്. അവൾ അവിടേക്ക് നടന്നു. ചേട്ടാ, ഒരു 5 പൊറോട്ട, 2 ബീഫ് ഫ്രൈയും. കടയിൽ നിൽക്കുന്ന ആളിനോടെ അവൾ വിളിച്ചു പറഞ്ഞു. ശേഷം ഒരു ദീർഘശ്വാസം വിട്ട് അവൾ ചുറ്റുമോ നോക്കി. ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. ആകാശത്ത് നല്ല മഴക്കാറുമുണ്ട്. എങ്കിലും റോഡിൽ തിരക്ക് തന്നെയാണ്. തനിക്ക് ഇനി കുറച്ച് ദൂരം കൂടി പോവാനുണ്ട്. ഫുഡ് വാങ്ങിയ ഓട്ടോയിലോ മറ്റോ പോവാം. അതാവുമ്പോൾ പെട്ടെന്ന് ഹോസ്റ്റലിലെത്താമല്ലോ. സന്ധ്യ കഴിഞ്ഞാൽ ബസ്സിലോ കുടിമാരുടെ ശല്യമാണ്. കൃത്യം 8 മണിക്ക് ഹോസ്റ്റൽ ഗേറ്റ് പൂട്ടും. വാർഡിന് ഒരു ഭ്രാന്തിയാ. എങ്ങനെ പോയാലും താൻ 7:30 മുന്നേ ഹോസ്റ്റലിലെത്തും. ഓരോന്നോർത്ത് അവൾ സമാധാനിച്ചു.
നല്ല ആവി പറക്കുന്ന ചൂട് പൊറോട്ട വാട്ടിയ വാഴയിലിൽ പൊതിഞ്ഞ്, അതുപോലെ തന്നെ മറ്റൊരു ഇലയിൽ ആവി പറക്കുന്ന ബീഫ് ഫ്രൈയും പൊതിഞ്ഞ് ഒരു കവറിലാക്കി കടക്കാരൻ അവൾക്ക് നേരെ നീട്ടി. ബാഗിൽ നിന്നും കാശെടുത്ത് അവൾ അയാൾക്ക് നേരെ നീട്ടി. ഒരു കയ്യിൽ വലിയ ബാഗും മറുകയിൽ ഹാൻഡ് ബാഗും ഫുഡ് കവറും പോരാത്തതിന് ഫോണും. ഷോൾഡറിൽ പിൻ ചെയ്യാത്ത ഷോൾ അഴിച്ചിട്ട് മുടി. അതായിരുന്നു പെണ്ണിന്റെ കോലം. റോഡിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളുടെ കാറ്റടിച്ച് ഷോളും മുടിയും അവളേക്കാൾ മുന്നേ പറന്നു. ബസ്സിൽ നിന്ന് ഷോർട്ടിൽ നിന്നും പിന്മാറ്റി ഷോൾ കഴുത്തിലൂടെ ഇട്ടതും മുടി ക്ലിപ്പ് മാറ്റി അഴിച്ചിട്ടതും അവൾ നല്ലപോലെ സ്മരിച്ചു. കയ്യിലുള്ളതെല്ലാം ഒരു കയ്യിലാക്കി മറുകൈ കൊണ്ട് പറക്കുന്ന ഷോളിന് നേരെയാക്കുന്ന തിടുക്കത്തിൽ ഫുട്പാത്തിന്റെ സൈഡിൽ നിന്ന് സ്ലിപ്പായി അവൾ റോഡിലേക്ക് വീണു. അതേസമയം ഒരു കാർ ഫുട്പാത്തിന്റെ അരികിലായി ഒതുക്കിയായിരുന്നു. വളരെ സ്ലോയിൽ ഒതുക്കിയ കാറായിട്ട് കൂടിയും ദേഹത്ത് വന്ന് ഇടിച്ചതിന്റെ ആഘാതത്തിൽ അവൾ റോഡിലേക്ക് തെറിച്ചു വീണു. മഴ ചായ ജോൺസൺ മാഷിന്റെ പാട്ട്, ആഹാ അന്തസ് എന്നൊക്കെ പറയും പോലെ പൊറോട്ട ബീഫ് നോക്കിയ കീപാഡ് ഫോണ്, മേഴ്സിഡസ് ബെൻസ് ജി ക്ലാസും അന്തസ്. ഒരു പിളച്ചിലോടെ കിരൺ ഡോറിൽ നിന്ന് പുറത്തിറങ്ങി. മുന്നിൽ കിടക്കുന്ന പെൺകുട്ടി അവൻ പകപ്പോട് നോക്കി. മുഖത്ത് വീണെടുക്കുന്ന മുടി കാരണം അവനവളുടെ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തട്ടുകടയിൽ നിന്ന ചേട്ടൻ, ലോട്ടറി കടയിലെ ചേച്ചി, പോരാത്തിന് കുറെ ഓട്ടോ ചേട്ടന്മാർ എല്ലാവരും ഓടിക്കൂടി. ലോട്ടറി ചേച്ചി വേഗം തന്നെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ചീറിപ്പാഞ്ഞു ഒരു KSRTC ബസിന്റെ വെളിച്ചത്തിൽ അവനവളുടെ മുഖം വ്യക്തമായി കണ്ടു. അതിസുന്ദരിയായ ഒരു പെൺകുട്ടി. അവൻ വായും പിളർന്ന് അവളെ നോക്കി പരിസരം മറന്ന് നിന്നുപോയി. സന്ധ്യ മയങ്ങുന്ന വെളിച്ചത്തിൽ വണ്ടികളുടെ പ്രകാശത്തിൽ അവളുടെ നീലക്കൽ മൂക്കുത്തി മിന്നിത്തിളങ്ങി. അവൻ മതിമറന്ന ഒരു നിമിഷം അങ്ങനെ നിന്നുപോയി. പക്ഷെ ആ നിൽപ്പിനധികം ആയുസില്ലായിരുന്നു. നീലാംബരി കാറ്റുപോലെ വന്ന് അവന്റെ മുമ്പിൽ വന്നിന്ന് മുഖത്തേക്ക് നോക്കി ചോദിച്ചു, ഡോ താൻ മാനത്ത് നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? ഇവിടെ തന്നോട് ചോദിക്കുന്നത്, മാനത്ത് നോക്കിയാണോ വണ്ടി ഓടിക്കുന്നെന്ന്? ദോ പൊട്ടക്കണ്ണ. ഓഹോ, തനിക്കപ്പോ ചെവിയും കേട്ടൂടെ? തന്നോടാ ചോദിച്ച്. ഒരമ്പരപ്പോടെ അവൻ ഇരുകൈകൾ അവന്റെ നേരെ തന്നെ ചൂണ്ടി ചോദിച്ചു, മീ താനല്ല തന്റെ അപ്പനാണ് എന്നെ ഇടിച്ചു തെറിപ്പിച്ച്. എനിക്കെന്തിനും പറ്റിയെന്നെങ്കിൽ ആര് സമാധാനം പറയും? താൻ ഇങ്ങനെ നോക്കുത്തി പോലെ നിൽക്കുന്നേ. നീലാംബരിയെ രക്ഷിക്കാനോ ഇടപെടാനൊക്കെ ഓടിക്കൂടിയർ പോലും ഒരവസരം കിട്ടാതെ വായും തുറന്ന് നിന്നുപോയി. കിരൺ അവന്റെ തലയൊന്നു കുടഞ്ഞ് ഫോമിലായി. ശേഷം അവളെ നിന്ന് അടിമുടി നോക്കി. എന്നോടോ ബാല? ഓഹോ അയ്യടി, നീയടി പാതാളത്തിൽ നോക്കിയാർന്ന്. ഫുട്പാത്തിൽ വായി നോക്കിയാർന്ന് കാലിനെ എന്റെ വണ്ടിക്ക് മുന്നേ വീണിട്ട് ഇപ്പൊ ഞാനിടിച്ച് തെറിപ്പിച്ചു പോലും. നിന്റെ എല്ല് കുത്തിക്കറി എന്റെ വണ്ടിക്കൊല്ലം പറ്റിയത് ഞാനും നോക്കട്ടെ ആദ്യം. അതും പറഞ്ഞ് അവൻ വണ്ടിയുടെ ഇടത് സൈഡിലേക്ക് നോക്കി. അവളും വിട്ടുകൊടുത്തില്ല. താൻ കാരണം എന്റെ ബാഗ്, ഫോണ്, എന്റെ പൊറോട്ടയും ബീഫും എല്ലാം നിലത്തി വീണു. തനിക്കെന്നെ ശരിക്കും അറിയില്ല. എന്റെ ഫോൺ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ ഞാൻ പോലീസിനെ വിളിക്കും. തന്നെ കോടതി കയറ്റും. അവൾ അവന്റെ നേരെ വിരൽ ചൂണ്ടി അത്രയും പറയുമ്പോൾ കിരൺ അവളെ ഒന്ന് അടിമുടി നോക്കി. പിന്നെ നിലത്തി കിടക്കുന്ന അവളുടെ സാധനങ്ങളിലേക്കും. എന്നിട്ട് അട്ടാസിക്കും പോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, ആരാ ഇത്? കാവിലെ ഭഗവതി 80കളിലെ കോസ്റ്റ്യൂം ഇട്ട് പൊറോട്ടയും ബീഫും നോക്കിയ ഫോണായിട്ട് നടുറോട്ടിൽ പ്രത്യക്ഷപ്പെട്ടതോ? കോടതി കയറ്റാൻ വന്നിരിക്കുന്ന കോലം. ഇയാൾ ഏത് ഗ്രഹത്തിലെയാ? നീലാംബരി തന്റെ ചുരിദാറിലേക്ക് നോക്കി. അവൾക്ക് നല്ല ദേഷ്യം വന്നു. ആർക്കാണോ? ആർക്കാ 80കളിലെ കോസ്റ്റ്യൂം? ആർക്കാണ്? ഇതിപ്പോഴത്തെ ഫാഷനാ, ട്രെൻഡ് അറിയാ തെണ്ടി. താൻ പോടും. അതിനെ ഞാനും പറഞ്ഞു, 80കളിലെ ട്രെൻഡ്. സ്ത്രീധന സിനിമയിൽ ഉർവശി ചേച്ചിയുടെ കോസ്റ്റ്യൂമിൽ താൻ ഇട്ടേക്കുന്നു. അയ്യേ, തനിക്ക് അവിടുന്ന് ഇതുവരെ 2K ബസ് സ്റ്റാൻഡിലോട്ട് ബസ് കിട്ടിയില്ലേ? കഷ്ടം കഷ്ടം. നീലാംബരി ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് കിരണിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഡോ സ്ത്രീധനല്ല തലയിണ മന്ത്രം, അതിലല്ലേ ലാസ്റ്റ് ഉർവശി ചേച്ചിക്ക് ഈ കോസ്റ്റ്യൂം? ആ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. സോറി ട്ടോ മകളെ, മാറിപ്പോയി. ഇതൊക്കെ കേട്ടുന്ന ചില ആൾക്കാർക്ക് രണ്ടും കൊള്ളാമെന്ന പോലെ പല വഴിക്ക് പിരിഞ്ഞു. പെട്ടെന്ന് കൂട്ടത്തിൽ കൂടി ഒരു ഫ്രീക്കൻ വിളിച്ചു പറഞ്ഞു, ഹായ് പ്രാങ്ക് പറയിച്ചി, എവിടെ ക്യാമറമാനോ? വിളിക്ക്. ചേച്ചി ഈ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കോ? ഈ ചേട്ടന് ചാനൽ കാണിക്കോ? ഞാനും സൈഡിൽ നിന്നോട്ടെ പതുക്കെ. അവസാനം അവശേഷിച്ച 1-2 പേരിൽ ഫ്രീക്കൻ പറയുന്ന കേട്ട് നീലാംബരിയോട് ചൂടായി. അതൊക്കെ കണ്ടിരുന്ന കിരൺ പെട്ടെന്ന് പറഞ്ഞു, നാട്ടുകാരെ ശാന്തരാവും, എല്ലാവരും പോയിക്കോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. തന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയാ താനേതോ മോഡലാണെന്ന്. ഡോ പറ, എവിടെ ക്യാമറ ചെയ്യുന്നത്? ആരും വിളിക്കും ആ ക്യാമറമാനെ. രണ്ടിനെ ഞാൻ കോടതി കയറ്റും. ഇവിടെ ചോദിക്കാനും പറയാനും പോലീസും പട്ടാളം വരെ ഉണ്ട്. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ നടുറോട്ടിൽ നിർത്തി അപമാനിക്കുന്നോ? അവൾ പല്ലിറുമ്മിക്കൊണ്ട് അവനെ ഒന്ന് തുറിച്ചു നോക്കി. ദൈവമേ, പണി പാലും വെള്ളത്തിൽ കിട്ടിയല്ലോ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കലിപ്പ് മോഡ് ഓഫാക്കി സിമ്പതി ട്രൈ ചെയ്യാം. അവൾ എരിവലിച്ച് തന്നെ ഇടത് കൈമുട്ടിലേക്ക് നോക്കി. അമ്മേ ചോര, 108 വിളി. അവൾ തകർത്ത് തളർച്ച അഭിനയിച്ചു. കിരൺ അവളുടെ കയ്യിൽ നോക്കി. ആയിക്കൊള്ളാലോ, കൊടലും പണ്ടൊക്കെ വരുന്നുണ്ടല്ലോ. അത് കേട്ട് നീലാംബരെ നോക്കി ബോധം കെട്ടി വീഴുന്നായി ഒന്ന് അഭിനയിച്ചു. കിരൺ ശരിക്കും ഞെട്ടി. ഫ്രീക്കൻ സ്കൂട്ടായി. കിരൺ പെട്ടെന്ന് അവിടെ ഇരു ഷോൾഡറിലും പിടിച്ചു. എന്റെ പൊന്നു പെങ്ങളെ, നീ ആ ബോധക്കേണ്ടൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞാൻ നിലത്തിടക്കുന്ന ഇയാളുടെ തിരുവാഭരണം നുള്ളി പെറുക്കട്ടെ എന്ന് പറഞ്ഞ് അവളുടെ ബാഗും ഫുഡ് കവറും ഫോണിലാവും പറക്കിയെടുത്ത് തന്റെ ബെൻസിന്റെ ബോണ്ടിന് പുറത്ത് വെച്ചു. ഡോ ഹോസ്പിറ്റലിൽ പോണോ? അവൻ പതിയെ ചോദിച്ചു. വേണ്ട,
ഹോസ്റ്റലിലേക്കാ പോവേണ്ടത്. തൻ്റെ ബോധം പോകുന്നുണ്ടോ? ഇല്ല, ശരീരത്തിൽ കയറിയ ബാധ പോകുന്നുണ്ട്. വലിയ കൂസില്ലാതെ അവൾ മറുപടി പറഞ്ഞു. തൻ്റെ കൈമുട്ട് വരാൻ ചോര വരുന്നുണ്ടല്ലോ, തുന്നിക്കെട്ടണ്ടേ? അവൻ്റെ കളിയാക്കൽ കേട്ടിട്ട് അവൾക്ക് ദേഷ്യം വന്നു. താൻ ആദ്യം പോയി തൻ്റെ വായും തുന്നിക്കെട്ട്. പക്ഷെ നീലാംബരിക്ക് ശരിക്കും തലറങ്ങുന്നുണ്ടായിരുന്നു. അവൾ ഫുട്പാത്തിന്റെ സൈഡിലായി ചെന്നിരുന്നു. എന്തുപറ്റി? ആരെങ്കിലും വെയിറ്റ് ചെയ്യണം ഇവിടെ? കിരണിന്റെ ചോദ്യം കേട്ട് അവൾ അവനെയും തുറിച്ചു നോക്കി. ആ അതെ, നേരത്തെ പറഞ്ഞു മനസ്സിലാക്കി വിട്ട ആളിപ്പോ തിരിച്ചു വരും. യു മീൻ ബോധക്കേട്? ഈശ്വര, പെട്ട്. വണ്ടി കയറി ഹോസ്റ്റലിലാക്കാം. അയ്യോ വേണ്ടായി, ഒന്ന് പോയി തന്നാ മതി. ബോധമില്ലാതെ ഞാൻ തന്റെ ഈ തുക്കട വണ്ടി കയറിയാ താനിന് വരെ സെമിത്തേരിലും കൊണ്ട് കളയും. തുക്കട വണ്ടിയോ എന്നും പറഞ്ഞ അവൻ ആൾക്കാരിയിലേക്ക് ഇരുന്നു. താനിനാണ് എന്റെ പെരിക്കുന്നത്? പിച്ചെടുക്കാനാ? എന്തേ പാർട്ണർഷിപ്പ് കാണോ? ഇത് വലിയ ശല്യായല്ലോ. ബോധം കേട്ട പോലെ അഭിനയിക്കാം. അല്ലേ വേണ്ട, ഇയാളങ്ങനെ എടുത്തുകൊണ്ട് പോയാലോ? അവൾ പിറുപിറുത്തു. കൊണ്ടുപോകുന്നതിന് 5 മിനിറ്റിൽ തിരിച്ച് ഈ പോസ്റ്റിന്റെ അടുത്ത് തന്നെ കൊണ്ടാക്കും. ഞാൻ മനസ്സിൽ പറഞ്ഞ് ഈ പിച്ചക്കാരനെ എങ്ങനെ കേട്ടുന്ന പോലെ അവളൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഓ, താനും കൂടി നീങ്ങിയിരുന്നേ, ഇരിക്കുമ്പോൾ തന്നെ ഈ ചെവിയും കൂടി എടുത്തോ. ഓ, അതും പറഞ്ഞ് കിരണം നീങ്ങിയിരുന്നു. അപ്പോഴാണ് തട്ടുകടയിലെ ചേട്ടൻ 2 ചായയുമായി വന്നത്. അവനത് വാങ്ങി ഒരെണ്ണം അവൾക്ക് നേരെ നീട്ടി. അവളൊന്ന് മടിച്ചു. വാങ്ങിക്കോ, റോഡിൽ വീണ് ഫുൾ ബോഡി ഡാമേജ് ആയതല്ലേ. ഇപ്പൊ നാക്കും ചൂട് ചായ ബെസ്റ്റാ, ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. അവൾ മടിച്ച് ചായ വാങ്ങി ചുണ്ടോട് ചേർത്തു. എന്നിട്ട് ഒരിക്കൽ കൂടി അവനെ നോക്കി. അവൻ കുടിക്കുക നേരത്തിൽ തലയാട്ടി. അവൾ കുടിച്ച ഗ്ലാസും വാങ്ങി അവൻ തട്ടുകടയിൽ പോയി കാശ് കൊടുത്ത് ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ വാങ്ങി തിരികെ വന്നു. അത് അവൾക്ക് നേരെ നീട്ടി. അവൾ എന്തിനാന്ന രീതിയിൽ തല ഉയർത്തി നോക്കി. തന്റെ മുറിഞ്ഞ കയ്യിൽ മണ്ണൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. കഴുകിലേക്ക് നാളെ കോൺക്രീറ്റ് മിക്സ് ചെയ്ത പോലെ ഇരിക്കും. അവളത് വാങ്ങി തുറന്ന് കൈമുട്ടിലേക്ക് ഒഴിച്ചു. നീറിപ്പുകയുന്ന വേദനയിൽ അവൾ എരിവലിച്ച് കണ്ണ് വലിച്ചു തുറന്നു. അവൻ പെട്ടെന്ന് കാറിന്റെ ഡോർ തുറന്നു ഒരു ചെറിയ ജിം ടവൽ എടുത്തു വന്നു. അവൻ തന്നെ അത് അവളുടെ കയ്യിൽ കെട്ടിക്കൊടുത്തു. ഞാൻ പറയുന്ന കേൾക്ക്, ഞാൻ തന്നെ ഹോസ്റ്റലിലാക്കാം. ഒന്നല്ലെങ്കിലും ഞാനിതിന് ഉത്തരവാദിയാണല്ലോ. താൻ സേഫായാലും എനിക്ക് മോക്ഷം കിട്ടും. വാ, വന്ന് വണ്ടി കയറി. മടിച്ചു നിൽക്കുന്ന നീലാംബരി അവൻ ഒത്തിരി നിർബന്ധിച്ച് വണ്ടിയിൽ കയറ്റി. വണ്ടിയിൽ കയറി അവൾ വെറുതെ കണ്ണടച്ചിരുന്നു. അവൾക്ക് സേഫ് ഫീൽ തോന്നാൻ അവൻ ഡോറിന്റെ ഗ്ലാസ് അഴുത്തിയിട്ട് വളരെ പതിയാണ് ഡ്രൈവ് ചെയ്ത്. അവൾ പറഞ്ഞ ഹോസ്റ്റൽ കിരണിന് അറിയാമായിരുന്നു. തങ്ങളുടെ ഓഫീസിലെ ഒത്തിരി സ്റ്റാഫുകൾ അവിടെ താമസിക്കുന്നുണ്ട്. അവൻ അവളെ ഒന്ന് പാളി നോക്കി. മുടിയൊക്കെ പാറി പറക്കുന്നു. ഒരപ്സരസിനെ പോലെ സുന്ദരി. ഞാനിനി വല്ല യക്ഷിക്കോ മറ്റോ ആണോ ലിഫ്റ്റ് കൊടുത്ത്? ഏയ് പാവം. എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷെ വേണ്ട. അവൾ എന്ത് കരുതും? അതായിരുന്നു കിരണിന്റെ മനസ്സിൽ. ഹോസ്റ്റൽ വാർഡൻ ഗേറ്റ് അടക്കുന്ന 8 മണിക്കാണെന്ന് അവൾ പറഞ്ഞത് അവൻ ഓർത്തു. അതുകൊണ്ട് തന്നെ കാറിന് ഇപ്പം സ്പീഡ് കൂട്ടിയവൻ. പെട്ടെന്നൊരു പകപ്പോടെ അവൾ അവനെ നോക്കി. പേടിക്കണ്ടോ, സമയം 8 മണിയാറായി. തനിക്കും മതിലാണ് അറിയാമെങ്കിൽ ഞാൻ പയ്യെ പോവാം. അവൻ ആ പറഞ്ഞിട്ട് അവളും ചിരിച്ചു. കൂടെ അവനും. ശരിക്കും കിരൺ ഇപ്പോഴാണ് സമാധാനമായത്. അല്പനേരത്തിനുള്ളിൽ അവർ ഹോസ്റ്റലിന് മുമ്പിലെത്തി. ഗേറ്റ് ഓപ്പണാണ്. അവളുടെ ബാഗും മറ്റും കിരൺ തന്നെ എടുത്ത് അവളെ ഏൽപ്പിച്ചു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. കാണാം, അങ്ങനെ ആവട്ടെ, അവനും പറഞ്ഞു. അവൾ നടന്നകളിൽ നിന്ന് നോക്കി അവൻ നിന്നു. ഹോസ്റ്റൽ ഗേറ്റ് കടന്ന് അവൾ മറഞ്ഞതും അവൻ കാറിൽ കയറി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ശേഷം ഫ്ലാറ്റിലേക്ക് പാഞ്ഞു. നീലാംബരി റൂമിലെത്തുമ്പോൾ ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കാവ്യ. നീലാംബരിയെ കണ്ടതും കാവ്യ ഓടിച്ചെന്ന് അവളെ പിടിച്ചു. നീ ഇത് എവിടെയായിരുന്നു? നിന്റെ 2 ഫോണും ചത്തോ? കാവ്യ ദേഷ്യത്തോടെ ചോദിച്ചു. നീലാംബരി ഒന്ന് മൂളിയതേ ഉള്ളൂ. എടി നിനക്കെന്ത് പറ്റി? ഞാൻ വന്നിട്ട് ഒത്തിരി നേരമായല്ലോ, എന്താ നീ ഇത്രയും ലേറ്റായത്? കാവ്യ ചോദിക്കുമ്പോഴും അവളൊന്നും ഇടാതെ ബാഗും സാധനങ്ങളും കട്ടിലേക്ക് ഇട്ട് റൂമിലെ ടേബിളിരുന്ന ജഗ്ഗിൽ നിന്ന് അല്പം വെള്ളം എടുത്ത് കുടിച്ചു. എന്റെ പൊന്നു നില, നീ ഈ അവാർഡ് പടം നിർത്ത്. എന്നിട്ട് കാര്യം പറ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. അതും പറഞ്ഞ് കാവ്യ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ആ വിട്ടടി! നീലാംബരി നിലവിളിച്ചു. അയ്യോ, എന്തു പറ്റിയടി? കാവ്യ അവളുടെ കൈ മുകളിലേക്ക് ഉയർത്തി നോക്കി. അപ്പോഴാണ് കൈമുട്ടിലെ കെട്ട് കാവ്യ ശ്രദ്ധിച്ച്. കെട്ടഴിച്ച് ആ തുണി അവൾ മേശമേൽ വെച്ചു. നോക്കുമ്പോൾ വെളുത്ത ചുമന്ന നീലാംബരിയുടെ കൈമുട്ട് തൊലിയുരിഞ്ഞു പോയി രക്തവർണ്ണമായിരിക്കുന്നു. ആഹാ, കൊള്ളാലോ, നല്ല ഡിസൈന്. എഴുതാണ് ഈ മേന്തിയിട്ട്? കാവ്യ നീലാംബരിയെ പരിഹസിയോട് ചോദിച്ചു. ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള ഒരു തട്ടുകടയുടെ മുമ്പിൽ വെച്ച്. നീലാംബരി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. അച്ചോടാ, ആണോ? ആരിട്ടെന്ന്? ഒരു ബെൻസ് കാർ. അപ്പോഴും ചിണുക്കത്തിനൊരു കുറവുമില്ല. നശിപ്പിച്ച് നാളെയില്ലൂടി ബെൻസിനെ പറയിപ്പിക്കാനായിട്ട്. സൈക്കിൾ ഇടിച്ച് ഇവിടെ പോലെ വന്ന് നിൽക്കുക അവള്. ഒരു ബെൻസുകാർക്ക് വന്നിടിക്കുമ്പോ മിനിമം ഒരു കാലെങ്കിലും ഓടിക്കാൻ മേലായിരുന്നോടി നിനക്ക്? ഒന്ന് പോടി, എന്നിട്ട് വേണം വീണ്ടും ആ തറവാട്ടിൽ പോയി കിടക്കാൻ. അതെന്താടി അങ്ങനെ പറഞ്ഞ്? തറവാടോ? നിന്റെ വീടല്ലേ അത്? പെട്ടെന്നാണ് നീലാംബരിക്ക് താൻ പറഞ്ഞു പോയി ശരിക്കും ഓർമ്മ വന്ന്. തറവാടിനെ കുറിച്ചോ അവിടെയുള്ളവരെ കുറിച്ചോ അധികമൊന്നും കാവ്യക്ക് അറിയില്ല. കാവ്യമായി 2 മാസത്തെ പരിചയം മാത്രമേ അവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു വീടും പിന്നെ അവിടെ ഒരു കൂട്ടുകുടുംബവും. അങ്ങനെയാണ് നീലാംബരി തന്നെ കുറിച്ച് കാവ്യയോട് പറഞ്ഞിരിക്കുന്നത്. അവൾ എന്തോ ഓർമ്മയിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയതും കാവ്യ ഉറക്കി വിളിച്ചു. ഡി! കാവ്യയുടെ വിളി കേട്ട് നീലാംബരി ഒന്ന് ഞെട്ടി. എന്താടി, നീ എന്താ അങ്ങനെ പറഞ്ഞ്? കാവ്യ പിടിവിടുന്ന ലക്ഷണമില്ല. ഓ അതൊന്നുമില്ലടി. നിനക്കറിയാലോ അമ്മാവൻ കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന്. അച്ഛനില്ലാ വളർന്നുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മാവനല്ലേ നോക്കുന്നത്.
അപ്പോൾ കാലുപിടിച്ച് അവിടെ പോയി കിടന്നാൽ ശരിയാവില്ല. ഈ സ്മാർട്ട് ഫോണൊന്നും അമ്മാനെ ഇഷ്ടമല്ല. ഉപയോഗിക്കുന്ന കണ്ടാൽ പിന്നെ അത് മതി. ഫോൺ ഒളിവിലായ പിന്നെ ഞാൻ ബോറടിച്ച് മരിച്ചു പോകും. അപ്പോഴാണ് കാവ്യ നീലാംബരി ഡ്രസ്സ് ശ്രദ്ധിക്കുന്നത്. ഇത്തരത്തിൽ നിനക്ക് എത്ര ഡ്രസ്സുണ്ട്? അല്ല, എപ്പോൾ നാട്ടിൽ പോയി വന്നാലും ഇതുപോലെ ഓരോ നാൾ ഇട്ടുകൊണ്ട് വരുന്നത്. നിന്റെ അമ്മയുടെ ആണോ ഈ 80കളുടെ കോസ്റ്റ്യൂം? കളിയാക്കും പോലെ കാവ്യ ചോദിക്കുമ്പോൾ ആ ബെൻസുകാരൻ്റെ ഉടമയുടെ ചോദ്യമാണ് നീലാംബരിക്ക് ഓർമ്മ വന്ന്. യു ടു ബ്രൂട്ടസ്. അതും പറഞ്ഞ അവൾ കാവ്യം തുറിച്ചു നോക്കി. ഓഹോ, അപ്പൊ ഈ കമന്റ് വേറെ ആരോ പറഞ്ഞല്ലോ നിന്നോട്? എങ്കിലേ എന്നോട് പറ, ആരാ പറഞ്ഞേ? കാവ്യ ഇടുപ്പിന് കൈയും കൂടി തോളും ചരിച്ച് മോഹൻലാൽ സ്റ്റൈൽ ചോദിച്ചു. നിന്റെ മറ്റവൻ ഒന്ന് പോടി, ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. വിശന്നിട്ട് ആമാശം കുടലിനെ വരെ തിന്നുന്നു. നീ മാറിക്കേ. ഹോ, എന്തൊരു മുടിഞ്ഞ വിശപ്പ്. അതും പറഞ്ഞ അവൾ അലമാര തുറന്നൊരു ജോഡി നൈറ്റ് വെയർ പൈജാമ സെറ്റ് പുറത്തെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. നടക്കുന്നതിനിടയിൽ അവൾ കാവ്യയോടായി പറഞ്ഞു. ഡീ, ഞാൻ കൊണ്ടുവന്ന ബാഗിൽ അമ്മ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്, നീ അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെക്ക്. ഓ, പിന്നെ എന്തിനാ മുത്തേ ചേട്ടനിവിടെ നിൽക്കുന്നേ എന്നും പറഞ്ഞ് കാവ്യ ഒറ്റച്ചാരത്തിന് കട്ടിൽ മുകളിലിരുന്ന ബാഗിനടുത്ത് കയറിയിരുന്നു. നീലാംബരി ബാത്റൂമിൽ കയറി വാതിലടച്ചു. ചെറിയൊരു ബാത്റൂമാണ്. വാഷ് ബേസിന്റെ മുകളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ചെറിയ കണ്ണാടിയിലേക്ക് അവൾ നോക്കി. കണ്ണുകളിൽ നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. വിശന്നിട്ട് ദേഹം തളരുന്ന പോലെ. രാവിലെ 2 ഇഡ്ഡലിയും കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയാലോന്ന് കരുതിയിട്ട് ബസ്സിൽ വെച്ച് വെള്ളം പോലും കുടിച്ചില്ല. പിന്നെ ആകെ വയറ്റിലോട്ട് പോയത് അയാൾ വാങ്ങി തന്ന ചായയാണ്. കിരണിന്റെ മുഖം അവൾക്ക് ഓർമ്മ വന്നു. പേര് പോലും ചോദിച്ചില്ല. തന്റെ ഭാഗത്തായാലും തെറ്റു മുഴുവൻ. അന്നേരം സമ്മതിക്കാനും തോന്നിയില്ല. ചെയ്യാത്ത കുറ്റത്തിന് അമ്മായിയുടെ അമ്മാവിന്റെ കാട്ടും തുമ്പും കേട്ട് ഒരു ശില പോലെ താൻ നിന്നിട്ടുണ്ട്. അവരുടെ മുന്നിൽ വെച്ച് കരയാൻ മടിച്ച് റൂമിൽ പോയി ആരും കാണാതെ കരയും. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇപ്പോൾ കുറച്ചു നാളായി താൻ അനുഭവിച്ചു വരുന്ന സ്വാതന്ത്ര്യം ശരിക്കും ആസ്വദിക്കുന്നത്. അയാളെ താൻ ഒന്നും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടില്ല, അത് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അയാളും തിരിച്ച് താൻ എങ്ങനെയാണോ അതുപോലെ തന്നെ തന്നോടും പെരുമാറി. ഒരു ചെറുചിരി അവളുടെ ചുണ്ടിൽ മിന്നി മറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും താൻ അങ്ങനെയൊക്കെ സ്മാർട്ടായിട്ടിരുന്നത് നന്നായി. ഇല്ലെങ്കിൽ നാട്ടുകാരെ അയാളെ പഞ്ഞി കിട്ടേനെ. ബാത്റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് നീലാംബരി ഇറങ്ങിയപ്പോഴും കാവ്യ അവളുടെ ബാഗിനുള്ളിൽ തന്നെ ആയിരുന്നു. നീ എന്താ ഈ തപ്പുന്ന്? ബാഗിനുള്ളിൽ തലയിട്ട് തലങ്ങും വിലങ്ങും പരിശോധിക്കുകയാണ് കാവ്യ. ഇടക്ക് പട്ടി മണം പിടിക്കും പോലെ ശ്വസിച്ചുകൊണ്ട് പരതുന്നുണ്ട്. എന്തൊരു മണാടി ഇവിടെ! നീ വന്ന പോലെ ഞാൻ ശ്രദ്ധിക്കുന്ന നല്ലൊരു മണമുണ്ട് ഈ റൂമിൽ. നീ വല്ല പെർഫ്യൂമും ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ നോക്കിയാ ഞാൻ. കാവ്യ പറയുന്നിട്ട് നീലാംബരി ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു. ശരിയാണ്, വല്ലാത്തൊരു മണം അവൾക്കും അനുഭവപ്പെട്ടു. നീലാംബരി കാവ്യം തുറിച്ചു നോക്കി. ശരിയാ, നല്ല മണമുണ്ട്. എടി കാവ്യ, സത്യം പറഞ്ഞു, ഞാൻ വരുമ്പോ നീ ആരെ ഈ റൂമിൽ വിളിച്ചു കയറ്റിയത്? അയ്യോ, എന്റെ ചങ്കത്തി പിഴച്ചു പോയേ. അവൾ വയറ്റത്തടിച്ച് കരച്ചിലഭിനയിച്ചു. നിർത്തടി, നീ എങ്ങോട്ടേക്ക് കയറി കയറി പോന്ന്? സത്യം പറ, നീ ബസ്സിൽ നിന്ന് ഇറങ്ങി അവന്റെ കൂടെ ഇറങ്ങിയിട്ട് ആ റൂമിൽ വന്ന്? അത് കേട്ട് നീലാംബരി നിഷ്കുവായി ചിരിച്ചുകൊണ്ട് വിഷയം മാറ്റി. കാവ്യ മോളെ, ബാഗിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടിയത്? പൊന്നു മോളെ നീലാംബരി, വിഷയം മാറ്റണ്ട. നീ കാര്യം പറഞ്ഞിട്ട് പോയാൽ മതി. മര്യാദക്ക് വന്ന് ഇവിടെ ഇരിക്ക്. ഹോ, പറയാം തവള കാരണം പോലെ പറയാതെ കാര്യം പറയടി. എടി മോളെ കാവ്യക്കുട്ടി, നീ പൊറോട്ടയും ബീഫും എടുക്ക്, നമുക്കത് കഴിച്ചുകൊണ്ട് സംസാരിക്കാം. ഓ, വോഡ്കയിൽ ജ്യൂസ് മിക്സ് ചെയ്യും പോലെ അല്ലേ? കാവ്യ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞാണ്. കൊച്ചിന് പാലിൽ 10 രൂപയുടെ ബൂസ്റ്റ് മിക്സ് ചെയ്യാൻ മാത്രമേ അറിയൂ. പക്ഷെ നീലാംബരി അതിലങ്ങ് തൂങ്ങി. അത് നിനക്കെങ്ങനെ അറിയാം? എന്റെ പൊന്നേ, കൊളോക്കിയലി പറഞ്ഞാടിന്നില്ല. എനിക്കതൊക്കെ മിക്സ് ചെയ്യാൻ കൂടി അറിയില്ല. എന്തായാലും കൊളായല്ലോ, നീ ഫുഡ് ഇട്. രണ്ടുപേരും ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ ഇന്നുണ്ടായതൊക്കെ കാവ്യയോട് നീലാംബരി വിളമ്പി. കാവ്യയാണെങ്കിൽ അന്നേരം മുതൽ തുടങ്ങിയ ചിരിയാണ്. കാവ്യയുടെ ചിരി കണ്ടപ്പോൾ നീലാംബരിക്ക് ചൊറിഞ്ഞു വന്നു. അതെ, ചിരിച്ചിരിച്ച് ബീഫിന്റെ എല്ലാം ഞാൻ തൊണ്ടയിൽ കുടുങ്ങിയാ വലിച്ച് ആ മൂലക്കങ്ങനെ പോയി കിടന്നോണം. എനിക്ക് ഉറക്കം വരുമോ? നീ ചത്തിനി രാവിലെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാം. അയ്യോ എന്റെ പൊന്നു നില, എനിക്ക് ശ്വാസം കിട്ടുന്നില്ലടി. ബീഫിന്റെ എല്ലൊക്കെ എന്ത് നീ ഇപ്പൊ പറഞ്ഞ മതിയല്ലോ ശ്വാസം കിട്ടാതെ ചാവ. നീ വായ തുറക്കല്ലോ, മുടിഞ്ഞ കോമഡിയാ. പല്ല് തേച്ചില്ലെങ്കിൽ മണോ? ഒന്നെണീറ്റ് കൂടി പട്ടി. അതും പറഞ്ഞ് കഴിച്ചില്ല പൊതി മണക്കി വെച്ച് നീലാംബരി കൈ കഴുകാനായി ബാത്റൂമിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് ഇരുവരും നേരെ ബെഡിലേക്ക് വീണു. കാവ്യ, ഓഫീസിൽ എന്തൊക്കെയാണ് വിശേഷം? നാളെ നമ്മൾ ഫംഗ്ഷന് പോകണ്ടല്ലോ? നീലാംബരി ചോദിച്ചു. ഏയ്, നമ്മൾ പോകണ്ട. ഫംഗ്ഷൻ നാളെ ന്യൂസിൽ കാണിക്കുന്ന കേട്ട് നമുക്ക് ഇവിടുന്ന് ഫോണിൽ കാണാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, വൈകിട്ട് സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. പുതിയ CEO ഒരു പരിഷ്കാരിയാ. മലന്ന് കിടന്ന് പറയുന്ന കാവ്യയുടെ നേരെ വലത് കൈയിൽ തലതാങ്ങി ചെരിഞ്ഞിടുന്നുകൊണ്ട് നീലാംബരി ആകാംക്ഷയോട് ചോദിച്ചു. പരിഷ്കാരിയോ? അതെന്താടി അങ്ങനെ? അല്ല പിന്നെ, അയാൾ എന്തൊക്കെയോ പരിഷ്കരിച്ച നിയമങ്ങൾ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഓഫീസിലെല്ലാം പറയുന്നുണ്ട്. പച്ച പരിഷ്കാരി, പച്ച മലയാളി, ഭൂർഷ മുതലാളി. കട്ടിൽ മറന്നിടുന്ന കാവ്യ റൂമിലേക്ക് നോക്കി യോയോ സ്റ്റൈൽ പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായിരിക്കും പരിഷ്കാരിയുടെ പരിഷ്കരിച്ച നിയമങ്ങൾ? ആരായിരിക്കും ആ പരിഷ്കാരി? കാത്തിരിക്കാം മോളെ, ഏതാണ് ആ പരിഷ്കാരി എന്ന് നമുക്കും കാത്തിരിക്കാം. നിലയുടെയും നായകന്റെയും കണ്ടുമുട്ടലിന് വേണ്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.